പ്രാഞ്ചേട്ടാ പ്രാഞ്ചേട്ടാ പ്രാഞ്ചേട്ടൻ എന്തോട്രാ ആകെ പ്രശ്നമായി പ്രാഞ്ചേട്ടാ. വേഗം എങ്ങനെയാ ചോടി രക്ഷപ്പെട്ടോ. എന്തിന് എന്തേ നീ എന്തുട്ടെന്ന് കിടക്കണ എന്താ കാര്യം? അവൻ കാര്യം തൂട്ടാ പറഞ്ഞ എന്തുട്രാ? അല്ല ഇവരോട് ആത്തിക്ക് പോയാൻ പറഞ്ഞ എന്തിനാ നീ കാര്യം പറയേ? ഡേ നീ സൂസനെ വിളിച്ച് അകത്തേക്ക് നോക്കിയാ. അയ്യടാ അങ്ങനെ ഞങ്ങൾ അറിയാൻ പാടില്ലാത്ത എന്ത് കാര്യം ഇവിടെ നടക്കണേ പറയടാ. അതെ ഞങ്ങൾ കൊച്ചു കുട്ടികളൊന്നുമില്ല, നീ കാര്യം പറ. അവരവിടെ നിന്നോട്ടാ, നീ കാര്യം തൂട്ടാ പറഞ്ഞ. അതല്ല പ്രാഞ്ചേട്ട, ഒരു പ്രശ്നം പറയാൻ വേണ്ടിട്ടാണ്. സംഗതി മറ്റതാണ്. മറ്റേന്ന് വെച്ചാ ഇനി ഞാൻ പറഞ്ഞേ പറ്റുന്നുണ്ടെങ്കിൽ പറയാം. പറയടാ. പീഡനം. ഓ എന്റെ വറുതു, പീഡനം പീഡനം എന്ന് പറയുമ്പോഴത്തേനും ബോധം കേട്ട് പോണ ആൾക്കാരൊന്നും ഇപ്പൊ ഇവിടെ ഇല്ലാട്ടാ. സ്വന്തം മോളെ അപ്പം പീഡിപ്പിക്കുന്ന കാലം. നീ കാര്യം പറഞ്ഞടാ. ഡാ ആരെന്നെ പീഡിപ്പിച്ചു? നമ്മുടെ നാട്ടിലൊരു പ്രമുഖ യുവതിയാണ് പരാതി കൊടുത്തിട്ടുള്ളത്. ഈ പ്രമുഖ യുവതിക്ക് പേരില്ലേ? പേര് പറയാൻ പാടില്ല, വേണമെങ്കിൽ ഇരാന്ന് പറയാം. ശരി, ആരാ പീഡിപ്പിച്ച് അത് പറയാലോ. അതാണ് വിഷയം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിഷയ. കിട്ടി ഉക്രു. അവൻ ഭയങ്കര സിനിമ നടനാണല്ലോ ഇപ്പൊ. സിനിമാക്കാർക്ക് മാത്രമേ പീഡനുള്ളൂ. ഏത് മേഖലയിലുണ്ട് ഇങ്ങനത്തെ ഓരോ പരിപാടികള്. ഉക്രുവാണോ? നീ അത് തെളിച്ചു പറ. ഉക്രാണെങ്കിൽ ഞാനിങ്ങനെ ഞെട്ടുവോ? അതുമല്ല, നീ സസ്പെൻസ് ഇടാണ്ട് കാര്യം പറയണ വെറുതോ. പ്രാഞ്ചേട്ടൻ ഞാൻ പറയും കേട്ടിട്ട് പ്രാഞ്ചേട്ടൻ ബോധം കെടുന്നിട്ടാ. നമ്മള് ബോധം കിട്ടുക പറയുമ്പോ കർത്താവിന് വയസ്സുകാലത്തെ ഇളയപ്പനെങ്ങാനാ? ഇളയപ്പനും കുളയപ്പനും ഒന്നല്ല. പിന്നെ ആരാ? ഞങ്ങള് ബോധം കണ്ടെങ്കിൽ വേറെ ആരാ? പ്രാഞ്ചേട്ടാ, സംഗതി ഇപ്പൊ പരാതി എത്തിയിട്ടുള്ള സ്റ്റേഷനില്. ഏത് നേരത്ത് വേണമെങ്കിൽ പോലീസ് ഇങ്ങോട്ട് വരാം. പോലീസ് അതന്നെ. എടാ എന്തുട്ടിനെ പോലീസ് ഇവിടെ വരണേ? ഞങ്ങള് രണ്ടുപേരല്ലേ, നമ്മളല്ലോ. എന്തുട്ട നീ പറയണേ? അവൻ കൊച്ചുകുട്ടിയല്ലേ? വെറുതോ എബി കുബിയൊന്നുമല്ല. പ്രാഞ്ചേട്ടൻ ഇങ്ങോട്ട് വന്നേ, ഞാൻ പറഞ്ഞുതരാം. ഇവര് കേക്കണ്ട, ഇങ്ങോട്ട് വന്നേ. മാറിക്കണ്ട. എനിക്കറിയില്ല എന്താന്ന്. നീ എന്തുട്ടൻ? റാഞ്ചി, സംഗതി എനിക്ക് വിശ്വാസം ഒന്നായിട്ടില്ലേ. പക്ഷെ ആ പെണ്ണിന്റെ പരാതിയുടെ മുകളിൽ നമുക്ക് ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഏത് പെണ്ണ സാർ എങ്ങനെയുള്ള പരാതി തന്നെ? ഏട്ടകടി അങ്ങനെ ചെയ്യുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഇപ്പോഴത്തെ കാലത്തെ ഒറ്റ ആളെയും വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ കാണുന്ന പോലെ ഒന്നും ആൾക്കാരുടെ മനസ്സാണ്. അല്ല, കുരു എവിടെയാ? ഏട്ടങ്കടി എവിടെയാന്ന് ഒരു പിടുത്തൂല്ലേ സാറേ? റാഞ്ചി, അതെനിക്കറിയാം. എവിടെ പോയി ഒളിച്ചാലും ഞാനൊരു പൊക്കും. അതെ, ഒരു വക്കീലിനെ ഏർപ്പാടൊക്കെ ചെയ്ത് കാര്യങ്ങളുടെ അവസരത്തിനൊത്ത് വേണ്ട നടപടികളൊക്കെ ചെയ്തോ. ഞങ്ങൾക്ക് വീട് പരിശോധിക്കാണ്ടിരിക്കാൻ പറ്റില്ല. കയറി നോക്കി. പ്രാഞ്ചേട്ടാ, ഇത് വല്ലാത്തൊരു കാര്യം കൂടി കൈപ്പോയല്ലോന്ന്. അല്ലാന്ന് ഇങ്ങക്ക് തോന്നുന്നുണ്ട് നമ്മളെ കുരുവേട്ടനായി ചെയ്യുന്നു? ഞാൻ ഇപ്പൊ എന്താ പറയാ? ആലീസച്ചിയുടെ അകത്ത് കിടക്കുന്നുണ്ട്, സൂസന്റെ അടുത്ത്. അതെന്തായാലും നന്നായി. അല്ലെങ്കിൽ അതെന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ? സാറേ, ഒരു പെണ്ണ് കേസ് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് ഒരു തെറ്റും ചെയ്യാത്ത ആളെങ്ങനെയാ കുറ്റവാളിയാകുക? പ്രതിയായിട്ടില്ലല്ലോടോ, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ അന്വേഷിക്കണു. അത് തെരഞ്ഞു കണ്ടെത്തണവരെ ഈ പ്രതി എന്ന് പറയുന്ന ആള് ഇങ്ങനെ മാനം കെട്ട് ആൾക്കാരെ കൂക്കലും കേട്ട് കയ്യാ. മരിച്ച വീട്ടുകാരെ പോലെ ഓരോ വീട്ടുകാരിങ്ങനെ കയ്യും ചെയ്യല്ലേ? പിന്നെ എന്തൊരു ചെയ്യാ? ഒരു തെറ്റും ചെയ്യാത്തവരെങ്ങനെ കഷ്ടപ്പെടുത്തിയിട്ട് അയാള് അവസാനം ഒരു തെറ്റും ചെയ്തില്ല എന്ന് തെളിഞ്ഞാല് ഇവരൊക്കെ അനുഭവിച്ച മാനക്കേട് മാറി കിട്ടുമോ സാറേ? എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയല്ലടോ. സാറിന്റെ പേരിൽ ഏതെങ്കിലും ഒരു പെണ്ണ് ഇങ്ങനെ കേസ് കൊടുത്ത് നോക്കണം.
അപ്പോഴേ നിങ്ങൾക്ക് അതിന്റെ ദണ്ണം മനസ്സിലാകുള്ളൂ. ആ സരോജിനിന്റെ വാക്കും കേട്ടില്ല നിങ്ങളിന്റെ കുരുവേട്ടനെ പിടിക്കാമെന്ന്. ആരെ എന്തേ ആരെ പേര് പറഞ്ഞേ? ആ സരോജിനിന്റെ കേരള ജീപ്പില് എന്തിന് ഈരയുടെ പേര് പറഞ്ഞേ. ഏതരാ? ആ, നിങ്ങള് വേറെ ആളെ നോക്കി. ദാ നിക്കടാ. ദാ നിക്കടാ. അത് വിട്ടുകളാ സാറേ. റാഞ്ചി അങ്ങനെ വിടാൻ പറ്റില്ല. ഈരയുടെ പേര് പറയണത് നിയമത്തിന് വിരുദ്ധ. അവനെ തീർച്ചയായിട്ടും ഞങ്ങൾ പൊക്കിയിരിക്കും. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? എന്താ കമല? ഇവിടത്തെ ആളെ ഏതോ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചനെ. എന്റെ സുലൈമാനിക്കനെ എന്തിനാ പോലീസ് പിടിച്ചത്? ഇക്ക് വേറെ ആരുമില്ലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങളെന്താ മിണ്ടാണ്ട് നിക്കണത്? ഒന്ന് പതുക്കെ പറ റംല. നിന്നെ പോലെ ഒരു സ്ത്രീയാ അകത്താകെ തകർന്നു കിടക്കുന്നത്. അറിയോ നിനക്ക്? അവള് തകർന്ന് കിടക്കണ്ടേ അവളുടെ കെട്ടിയൻ ശരിയല്ലാത്തത് കൊണ്ടല്ലേ? അതിന് എന്റെ കെട്ടിയൻ എന്ത് പഴിച്ചു? നിന്നോട് ആരടി പറഞ്ഞ എന്റെ കുരുവേട്ടൻ തെറ്റുകാരനാന്ന്? നീ കണ്ടോ? കണ്ടോ? ആലീസിച്ച് ഒന്ന് അകത്ത് പോ. വെറുതെ ആൾക്കാരെ കൊണ്ട് അതും ഇതൊന്നും പറയിപ്പിക്കാതെ. സൂസൻ, നീ ഇവിടെ മര്യാദക്ക് ഇവിടുന്ന് പറഞ്ഞു വിട്, അല്ലെങ്കിൽ തന്നെ എനിക്ക് പ്രാന്ത് പിടിച്ചിരിക്കുക. ആലിസേ, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്റെ വിഷമം ഞാൻ ആരോട് പറയും? അത് ആ പെണ്ണിന്റെ പേര് വിളിച്ചു പറഞ്ഞപ്പോ ആലോചിക്കണായിരുന്നു, അല്ലാതെ ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ട് കാര്യമില്ല. എന്താ ആ പെണ്ണിന് പേരില്ലേ? അതെന്താ പ്രതിമയാണോ? പേര് മനുഷ്യർക്ക് ഇട്ടായിരിക്കുന്നത്, അത് വിളിക്കാൻ തന്നെയല്ലേ? എന്റെ റംല, ഇവിടുത്തെ നിയമങ്ങളൊക്കെ നിനക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്നിട്ട് കുരുവേട്ടനെവിടെ? അപ്പൊ ഉടുത്തൊരുങ്ങി വന്നത് അതറിയാൻ വേണ്ടിട്ടാണല്ലേ? കുരുവേട്ടനെ പോലീസ് പിടിച്ചാ എന്റെ സുലൈമാനിക്കനെ വെറുതെ വിടൂലോ? ഇവളോ ആലീസിച്ച് ഒന്ന് അടങ്ങ്. എന്റെ റംല, നീ എന്തൊക്കെയാ പറയുന്നത്? കുരുവേട്ടിനെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ നിന്റെ കെട്ടുകയും ചെയ്ത തെറ്റല്ലാണ്ടായി തീരുവോ? ഇല്ലല്ലോ. നീ പോവാൻ നോക്ക്. ഇനി നിനക്ക് നിന്റെ സുലൈമാനെ കാണുമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീ ആ പെണ്ണിന്റെ പേര് വിളിച്ചാ മതി. ഇങ്ങനെയുണ്ട് ഓരോ നിയമങ്ങള്. ഓ, ഇവിടെ ഓരോ പെണ്ണുങ്ങളുടെ പേര് പറയാൻ പാടില്ല അത്ര. ഇതൊക്കെ എവിടുന്ന് രാവിലെ കുറ്റിയും പറിച്ചോണ്ട് വരുന്നു? ചേച്ചി വിഷമിക്കാതെ ചേച്ചി പോയി വല്ലതും കഴിക്കാൻ നോക്ക്. വാ. ഇപ്പോഴത്തെ കാലത്തൊന്നും ഇത് വലിയ കാര്യമില്ല. പത്രം തുറന്നാൽ തന്നെ നൂറുകണക്കിന് വാർത്തകളാ. ശരിക്കും പറഞ്ഞു പറഞ്ഞു ഈ നൂറ്റാണ്ടിനെ പീഡന യുഗം എന്ന് പറയേണ്ടി വരും. അതാണ്. കുരുവേട്ട അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടാ? എന്താ നീ പറയണ? കുരുവേട്ട ഇടയ്ക്കിടയ്ക്ക് ഇരയുടെ വീട്ടിൽ പോകുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, കുരുവേട്ടൻ ഈ ഇരയായിട്ട് വഴക്കൂടിയായിട്ട് സാക്ഷിമൊഴിയുണ്ട്. സൈബർ സെല്ലേ കുരുവേട്ടൻ്റെ ഫോൺ നമ്പർ ഇരയുടെ വീട്ടിൻ്റെ അടുത്തുള്ള ടവറിൽ നിന്ന് കണ്ടുപിടിച്ചു. സംഭവ ദിവസം കുരുവേട്ടൻ ഇരയുടെ വീട്ടിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതുമായ CCTVയുടെ ഫൂട്ടേജ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പോരെ പൂരം. ഭാസ്കര, ഞാൻ പറയട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വീട്ടിലേക്ക് അങ്ങോട്ട് കയറി പോണത് ഈ വക കാര്യത്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവോ ദിവസട്ടാ? നമ്മളൊക്കെ ഓരോ വീടുകളിൽ പോണല്ലേ? അതല്ല പറഞ്ഞോ, കുരുവേട്ടന് ഇരയോട് വൈരാഗ്യമുള്ള സ്ഥിതിക്ക് അവളൊരു വ്യാജ കേസ് ഉണ്ടാക്കി, അത്രേ ഉള്ള. ചെലപ്പല്ല, ഒരു സംശയം വേണ്ട. കുരുവേട്ടനെ അറിയണ ആരോട് വേണമെങ്കിൽ ചോദിച്ചോ. ഇതിവിടെ ചോദിച്ചു നോക്കിയേ, കുരുവേട്ടനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ, ഒരാളും സംശയിക്കില്ല. ഇങ്ങനെ തന്നെയാണ് നമ്മൾ പല ആൾക്കാരെയും സംശയിക്കുന്നത്. പക്ഷെ സംഭവിക്കുന്ന അങ്ങനെയൊന്നുമല്ലല്ലോ. ആ സുലൈമാനെ പുറത്തു വിട്ടോ? ഇല്ല, എസ്ഐയുടെ മുമ്പിൽ വെച്ചിട്ടുള്ള ആ പെണ്ണിന്റെ പേര് പരാമർശിച്ചേ. അതെ, നമ്മളൊക്കെ മനുഷ്യരല്ലേ. TV ചർച്ച നടക്കുന്ന എത്ര പേര് ഇരയുടെ പേര് പച്ചയ്ക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യം. ആരെങ്കിലും പരാതിപ്പെട്ടാലേ പ്രശ്നമുള്ളൂ. ഇതിപ്പോ പോലീസാണ് നേരിട്ട് പിടിച്ചോണ്ടോ ഇല്ല എസ്ഐയെ. ഈ കുരുവേട്ട ഇപ്പൊ എവിടെയുണ്ട്? അതന്നെ ആരോട് ചോദിക്കാനാ? ഒരു കാര്യം ഉറപ്പാണ്, പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ കുരുവേട്ടന് പണി കിട്ടും. അതുകൊണ്ട് കുറച്ചാളെ എവിടെയെങ്കിലും ഒക്കെ മാറിക്കണമെന്നല്ല. എന്തൊക്കെ പ്രശ്നങ്ങളെ ഇടുത്തി പോലെ വന്നു വീണ. ഞാനെന്തായാലും ഒരു വീട്ടിലേക്ക് കയറില്ല. അപ്പൊ കേറാറുണ്ട് അല്ലേ? ഏതായാലും സ്വന്തം വീട്ടിലേക്ക് പോകണ്ട, ഭാര്യമാരെ വരെ വിശ്വസിക്കാൻ പറ്റാത്ത കാലാ. ഓ, അതുകൊണ്ടാവും നീ ഇങ്ങനെ നടക്കണല്ലേ? എന്തുണ്ട്
ആരാ മനസ്സിലായില്ല? എൻ്റെ പേര് ശിവറാം, ഒരു വക്കീൽ ഗുമസ്തനാണ്. അതെ അല്ലേ? എന്താ വിശേഷിച്ച്? എൻ്റെ വക്കീലിനെ പറ്റി കേട്ടിട്ടില്ലേ? ആള് വളരെ പ്രശസ്തനാണല്ലോ, അഡ്വക്കേറ്റ് ലാലൂർ. കേട്ടിട്ടില്ലേ? ആ, അത് കേട്ടിട്ടുണ്ട്, ധാരാളം കേട്ടിട്ടുണ്ട്. ഈ മാലിന്യം കുമിഞ്ഞു കൂടിയിട്ട് ഫേമസ് ആയിട്ടുള്ള നാടല്ലേ? അതന്നല്ലേ നാട്? അതല്ല, ഇത് അദ്ദേഹത്തിന്റെ പേരാണ്, അഡ്വക്കേറ്റ് ലാലൂർ. ആളുടെ സ്വഭാവത്തിനെ പറ്റി പേരെന്നെ കേട്ടോ. എന്താ വന്ന കാര്യം പറയൂ. അദ്ദേഹം ഏത് പീഡന കേസിലെ പ്രതിയും പുഷ്പം പോലെ പുറത്തിറക്കുന്ന ആളാ, അറിയാലോ? അതറിയാം. പക്ഷേ കുരുവിളയുടെ ഒരു കാര്യത്തില് കുരുവിള ആരും പീഡിപ്പിച്ചിട്ടൊന്നുമില്ല, ഒരു കേസും ഇല്ല, അതുകൊണ്ട് ഇവിടെ വയ്ക്കേണ്ട ആവശ്യമില്ല. അല്ല, അങ്ങനെ ഒരു കേസ് ഇപ്പൊ നിലവിലുണ്ടല്ലോ. അതിന്റെ കാര്യം ശരിയാക്കാൻ തൽക്കാലം ഞങ്ങൾ ഒരാളെ നിയോഗിച്ചിട്ടുണ്ട്. ലാലൂരിന്റെ ആവശ്യം ഇപ്പൊ ഇവിടെ ഇല്ല. അല്ല, ലാലൂരാണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പേടിക്കണവർക്കല്ല ലാലൂരിന്റെ ആവശ്യമുള്ളൂ. ഇവിടെ ഞങ്ങൾക്ക് പേടിയില്ല. സാറിന് പോവാട്ടോ. സാധാരണ ഞങ്ങള് ക്ലയൻസിന് അങ്ങോട്ട് ചെന്ന് കണ്ട് കേസ് പിടിക്കുന്ന രീതി ഞങ്ങൾക്കില്ല. ഇതൊരു റയറസ്റ്റ് ഓഫ് ദി റയർ കേസ് ആയതുകൊണ്ട് വന്നു എന്നുള്ളൂ. എന്തോട്ട് റയർ കേസ് മാഷേ? ആരെങ്കിലും എന്തിലൊക്കെ പറഞ്ഞുണ്ടാക്കിയ പിന്നെ അതങ്ങോട്ട് കേസാവുക? ഇതെന്റെ കാർഡാണ്. ഇനി ഇതിപ്പോ ഈ കേസ് അല്ലാതെ വേറെ ഏതെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ എന്തെങ്കിലും പീഡന കേസ് ഉണ്ടെങ്കിൽ ഞാൻ എന്നെ വിളിച്ചാൽ മതി. മൈ ഫോൺ നമ്പർ ഈസ് 2222. കാർഡ് വെച്ചോളൂ. വല്ല കാർഡായിട്ട് ഇറങ്ങിയിരിക്കാൻ പാൻറ് ഷർട്ടിട്ട് പീഡന കേസായിട്ട്. പിന്നെ ഓരോ നാറുകൾ ഉണ്ടല്ലോ നാട്ടില്. ചേറ്റകള് വേറെ വല്ല പണിയെടുത്ത് തിന്നൂറാ നാറി. ഹലോ, എന്താ ഈ ആലോചിക്കണേ? അതല്ലടോ, എന്തല്ലടാ? ഇപ്പോഴേ ഈ ഇന്ത്യയിൽ ജീവിക്കുന്നതിന് ഒരു അഭിമാനം തോന്നുന്നുണ്ട് അല്ലേ? എന്ത് ബീഫിന്റെ കാര്യത്തിന് മേട്ടം കിട്ടണോണ്ടാ? നീ എവിടെ? അതൊന്നുമല്ല. പിന്നെ ചെറിയ കുട്ടികൾ കൊല്ലപ്പെട്ടോണ്ടാ? എന്താ നീ പറയുന്നത്? പിന്നെന്താ? എടോ, പണത്തിന്റെ മുകളിൽ പരുന്തും പറക്കില്ല എന്നല്ലേ നമ്മളൊക്കെ കേട്ടിരിക്കുന്നത്? അത് ഞാൻ കൊറേ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിലെന്തത്ര അഭിമാനിക്കാനുള്ളത്? എന്നാ അഭിമാനിക്കാണ്ട്. വലിയ പുലിയെ പിടിച്ചിട്ടല്ലേ അകത്താക്കിയിരിക്കണ. ആര് കുടുങ്ങി? അല്ല, അപ്പൊ പേപ്പർ അല്ല, നീ പേപ്പർ വായനൊന്നും ഇല്ലല്ലോ അല്ലേ? നീ പറയ്. കോടിക്കണക്കിന് ആരാധകരുള്ള ആൾ ദൈവത്തെ പിടിച്ച് അകത്താക്കി, അറിയോ? അതോ എന്താ ചെറിയ കാര്യമെന്ന് വിചാരിച്ച്? മൂപ്പര് ലോകം അറിയുന്ന ആളല്ലേ, ഭയങ്കര രാഷ്ട്രീയ സ്വാധീനം, പണത്തിന്റെ അഹങ്കാരമൊക്കെ ഉള്ള ആളല്ലേ. അത് ശരിയാ. അങ്ങനത്തെവർക്കൊന്നും ഇനി രക്ഷയില്ലാന്ന് അഭിമാനിക്കണം. കേരളം എന്ന് കേട്ടാലോ അങ്ങനെയല്ല, ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. അന്തരംഗം എന്ന് പറഞ്ഞെന്താ? മനസ്സ്. മനസ്സ്. കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. നീ ഞാനേതാ മുതലെന്നറിയാ നിനക്ക്? അല്ല, നമ്മളിപ്പോ ഇവിടെ ചിരിച്ചിരിക്കേണ്ട അവസ്ഥ. കുരുവേട്ടൻ ഇല്ലാട്ടപ്പോ ആ അവസ്ഥയിൽ നമ്മൾ ചിരിച്ചല്ലേ? വന്നേ ഇങ്ങോട്ട് വാ. വയ്യ അലീസ, എത്ര നേരം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ അങ്ങനെ കുമിഞ്ഞിരിക്കണത്. പുറം മേരിച്ചിട്ട് വേടി അലീസേ. എന്നാ പിന്നെ ജയിലിൽ പോയി കിടക്ക്. അവിടെ ഇരിക്കാൻ പറ്റില്ല. പതുക്കെ പറയടി, കുട്ടിയോളാണേലും. സംഗതി ആ സരോജിനി ഒരു തരികടക്കാരി എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പ്രാഞ്ചേട്ടന് എന്തുട്ട് വർത്താനീ പറയുന്നേ? പേര് പറയരുതെന്ന് അറിഞ്ഞൂടെ? സരോജിനിയുടെ വീട്ടുകാരിപ്പോ അവളെ ഇരാന്നാ വിളിക്കേ പേരല്ലേ? അവരെന്തെങ്കിലുമൊക്കെ വിളിച്ചോട്ടെ, പക്ഷെ നമ്മൾ വിളിച്ച കുടുങ്ങില്ലേ? അവൾ എന്തിനാ ഈ ലോകത്ത് കോടിക്കണക്കിന് ആൾക്കാരുണ്ടല്ലോ, കുരുവേണ്ട പേര് മാത്രം പറഞ്ഞതിനാ? എനിക്കത് അറിയണം. എടി, ഈ നട്ടുപാതരക്ക് എന്നെ അതിന്റെ മുകളിൽ നിങ്ങോട്ട് വിളിച്ചിറക്കിയത് ഇവിടെ കൊണ്ടുനിർത്തി വിസ്തരിക്കാനോ അതോ കഞ്ഞി തരാനോ? ചേട്ടൻ കടി നിരപരാധിയാണെന്ന് നമുക്കൊക്കെ അറിഞ്ഞൂടെ? അപ്പൊ നിന്റെ പേര് പറഞ്ഞില്ലല്ലോ. അപ്പൊ അതോ? അത് പ്രാഞ്ചേട്ടൻ അത്രക്കാരനല്ലെന്ന് അവർക്കറിയാം. അപ്പൊ എന്റെ കുരുവേട്ടൻ അത്രക്കാരനാണെന്നോ? കുരുവേട്ടൻ അവിടെ പോയിട്ടല്ലേ പേര് കിട്ടിയത്? എടി, ഞാൻ ആ പെണ്ണുമായിട്ട് വഴക്കുണ്ടായിരുന്നുള്ളത് നേരാ. അവളുടെ ഭർത്താവ് 4 ചാക്ക് അടക്ക മേടിച്ചിട്ട് കാശ് തരാണ്ടായപ്പോഴല്ലേ ഈ വഴക്കുണ്ടായത്. അപ്പൊ എന്തിനാണ് അവളുടെ വീട്ടിലോട്ട് പോയത്? എടി, കാശ് മേടിക്കാൻ. പ്രാഞ്ചി, അന്നാട ഞാൻ ആ സ്ത്രീനെ ആദ്യമായിട്ട് കാണുന്നത്. പോലീസുകാരിപ്പോ അങ്ങോട്ട് പോയതാണ് ഒരു തെളിവായിട്ട് കാണുന്നത്.
എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓരോ വീട്ടിൽ ചെന്ന് പറയണു. മനുഷ്യന്മാരുടെ നമ്മള് ഒക്കെ സമ്മതിച്ചു. ഒരു പരാതി വരുമ്പോഴല്ലേ നമ്മളിതൊക്കെ നോക്കുള്ളൂ. ആ ആരത്? ആ ഗംഗനോ? എന്താ നേരിട്ട് ഭീഷണിപ്പെടുത്താനെങ്ങാനും വന്നാണോ? ഏയ് ഒന്നുമല്ല പ്രാഞ്ചിയെ, എൻ്റെ ഭാര്യയുള്ള ഇരാ. സംഗതി അവളുടെ പരാതി ഞാൻ പിൻവലിക്കുക. അതിനെക്കുറിച്ചൊന്ന് നേരിട്ട് സംസാരിക്കാൻ വേണ്ടി ഞാൻ ഈ നേരത്ത് വന്നത്. ഞാൻ തന്നെ ഒന്ന് കാണാനിരിക്കായിരുന്നു. ആ ഏറെ എന്തിനാണ് എന്റെ കുരുവേന്റെ പേര് പറഞ്ഞത്? അത് ഞാനും കുരുവും തമ്മിൽ ചെറിയൊരു സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു. അതിന്റെ ഒരു വാശിക്ക് ചെയ്താണ്. കച്ചവടത്തിൽ വല്ല പ്രശ്നം ഉണ്ടായ ഭാര്യനെ കൊണ്ട് ഇത്തരം പരാതി കൊടുക്കണോടാ ചെയ്യാ? അതെ, ചൂടാവണ്ട. പന്ത് ഇപ്പോഴും എൻ്റെ കോർട്ടിലാ. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ടാണ് കയറി വന്നത്. അറിയോ? താൻ വന്ന കാര്യം പറ. വേണമെങ്കിൽ നമുക്ക് ഈ സംഗതി സോൾവ് ചെയ്യാം. എങ്ങനെ? അവളുടെ പേരിൽ 5 സെന്റ് സ്ഥലം ടൗണിലുണ്ട്. അതിപ്പോ ജപ്തി ഭീഷണിയിലാ. 5 ലക്ഷം രൂപ കൊടുത്താൽ ജപ്തി ഒഴിവായി കിട്ടും. അത് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ സംഗതി സോൾവ് ചെയ്യാം. എങ്ങനെ സോൾവ് ആക്കും? അതത്ര വലിയ പ്രശ്നമൊന്നല്ല. ഇരുട്ടിന്റെ മറവിലാണ് പീഡനം നടന്നതെന്നും കുരുവിയാണെന്ന് തെറ്റിദ്ധരിച്ചതാണെന്നും യഥാർത്ഥ പ്രതി ഔസേപ്പാണെന്ന് ഇര പറഞ്ഞാ പോരെ? അത് ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഒരു കൂതറിന്. അയാൾ ഞങ്ങളെ അതിരുമാന്താനായിട്ട് സ്ഥിരമായിട്ട് ശ്രമിച്ചോണ്ടിരിക്കുക. അപ്പൊ അയാൾക്കിട്ടൊരു പണി കൊടുക്കണ്ടേ? അത്രേ ഉള്ളൂ. ഈര കോടതിയിൽ അവന്റെ പേര് പറഞ്ഞാ പോരെ? തീക്കൊള്ളിയോണ്ട് തലറിഞ്ഞു കേട്ടാ. ഒത്തീർപ്പാക്കാന്ന് വെച്ച് കഴിഞ്ഞാല് സമ്മതിക്കില്ലല്ലേ? കുരുവി പുറത്തിറങ്ങൂട്ടാ. എവിടെയാലും ഞാൻ ഓടിച്ചിട്ട് പിടിക്കും. കാണിച്ചു തരാൻ. കാണിച്ചു തരാൻ നിൽക്കാൻ. നേരത്തൊന്നും ഉണ്ടായിരുന്നേ അവന്റെ ഒരു ഏര. അലീസേ, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിടി. ആ കുരുവിയോട് പുറത്തിറങ്ങി വരാൻ പറ. കേസൊക്കെ ആവുകയായി പോയിടി. അത് കള്ളത്തരാണെന്ന് SIക്ക് ആദ്യമേ തന്നെ സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സലോമിനും ഗംഗനും സാറൊന്ന് പൊട്ടിച്ചു. ആ അങ്ങനെ കൊടുക്കാൻ കാരണേ പ്രാഞ്ചേട്ടനാ. ആ ഗംഗ എന്ന് പറഞ്ഞാലേ ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നേ. അയാൾ ഇവിടെ വന്നതും സംസാരിച്ചതുമായ എല്ലാ കാര്യങ്ങളും അപ്പൊ തന്നെ പ്രാഞ്ചേട്ട SI വിളിച്ചു പറഞ്ഞു. സാറത് മുഖവലിക്ക് എടുക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടാ? അതൊന്നും ആവില്ലടി. കാരണം അതെന്താ മുഖവിലേക്ക് എടുക്കാത്തെ? എടി, ഇപ്പൊ വേണ്ടത് എല്ലാത്തിനും തെളിവല്ലേ? അതുണ്ടോ? സാറ് ഗംഗയ്ക്ക് ഇട്ട് പൊട്ടിച്ചപ്പോ പറഞ്ഞവൻ. എളയപ്പ, തെളിവുകൾ തന്നെയാണ് പ്രധാനം. നമ്മുടെ റോഡുകൾ നടക്കണ എത്ര കവർച്ചകളും പ്രശ്നങ്ങളുമാണ് പോലീസ് ഒറ്റ ദിവസം കൊണ്ട് കണ്ടുപിടിക്കണമെന്നറിയോ? എന്താ കാരണം? നമ്മുടെ ഹൈവേ റോഡുകളിൽ CCTV ക്യാമറ ഉണ്ട്. നമ്മുടെ ഓരോരുത്തരുടെ മുകളിലും അതേപോലെ ഒരു ക്യാമറ ഉണ്ട്. ഒരാളൊരു ബസ്സിലെ കയറണം മുതൽ വീട്ടിലെ തിരിച്ചെത്തണ വരെ നമ്മൾ ഓരോരുത്തരും പോലീസിന്റെ നിരീക്ഷണത്തിലാണ് എളപ്പാ. അതൊക്കെ ശരിയാവാം. പക്ഷെ ഇതെങ്ങനെയുണ്ട്? ഗംഗൻ ഇന്നലെ ഇവിടെ രാത്രി വന്നതും അവൻ സംസാരിച്ചതും ഒക്കെ ഫുൾ തെളിവോടുകൂടെ സ്റ്റേഷനിലെത്തി. അതെങ്ങനെ? അവര് സംസാരിച്ചതെല്ലാം കുരുവേട്ടന് ഇന്നലെ ഫോണിൽ ഷൂട്ട് ചെയ്തായിരുന്നു. ഫുൾ വിഷനല്ലേ തെളിവായിട്ട് കിട്ടിയിരിക്കണേ. അത് ശരി. അവന്റെ ഇളയപ്പാ ഒരു വിധത്തില് താട്ടി അങ്ങോട്ട് കഴിച്ചിലായി കിട്ടി. ഇഞ്ഞേ ഒരു പെണ്ണിന്റെ പേര് പോലും ഇണ്ടാൻ എന്നെ കൊണ്ട് പറ്റൂല. ഞാനേ എന്റെ പെണ്ണിനിപ്പോ എന്താ വിളിക്കണ അറിയോ? ഇരാന്ന്. ഒരു സേഫ്റ്റിക്ക്. അതിനോണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ പോണില്ലല്ലോ. അല്ല, ഈ പെണ്ണുങ്ങൾ എപ്പോഴും പരാതിപ്പെട്ടാൽ ആണുങ്ങളുടെ അവസ്ഥ എന്താവും നോക്കിണ്ടോ? ഏത് കാര്യത്തിനുണ്ട് ഏട്ടങ്ങടി ഈ വ്യാജന്മാര്? അവര് കാരണം യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന സഹോദരിമാർക്ക് ഒരു നീതിയും കിട്ടില്ല. ഇത് ഏതാ ശരി ഏതാ തെറ്റെന്ന് എങ്ങനെ തിരിച്ചറിയ? നമ്മുടെ പോലീസ് ഉണ്ടല്ലോ പണ്ടത്തെ പോലെ അല്ല. ഒരു പേടിയും പേടിക്കണ്ട. നല്ല ചുറുചുറുക്കുള്ള ആത്മബോധമുള്ള സമൂഹത്തോട് പ്രതിബദ്ധത ഉള്ള ഉദ്യോഗസ്ഥന്മാര് നിൽക്കുന്നുണ്ട്. കേണി ഏതാ ഏതാന്ന് അവർക്ക് നിഷ്പ്രയാസം മനസ്സിലാവും.